أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واعبد ربك حتى يأتيك اليقين. وقال نبينا وحبيبنا وسيدنا محمد صلى الله عليه وسلم: من صام رمضان ثم أتبعه ستا من شوال كان كصيام الدهر. പ്രിയമുള്ള അല്ലാഹുവിൻ്റെ അടിമകളെ, സൃഷ്ടാവായ അല്ലാഹുവിനെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങൾ വരെയും പരിപൂർണമായും ഇതാഅത്ത് ചെയ്ത് തഖ്വ ചെയ്ത് വണങ്ങി ജീവിക്കുവാൻ ഞാൻ എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അപരാധങ്ങളെയും റഹ്മാനായ റബ്ബവൻ്റെ മഹദ് ഫദ്ൽ കൊണ്ട് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ശേഷിക്കുന്ന ഓരോ നിമിഷങ്ങളും പരിപൂർണമായും ആ റബ്ബിനെ അനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു വിധി തരട്ടെ. നമ്മെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഭാര്യസന്താനങ്ങൾ, അവർ ലോകത്തിൻ്റെ എവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നതെങ്കിലും അവരുടെ എല്ലാവരുടെയും ഖബറിടങ്ങളെ അല്ലാഹു സ്വർഗത്തിൻ്റെ അനുഗ്രഹീതമായ താഴ്വരകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിപാവനമായ വിശുദ്ധ റമദാനിൽ നാം ഓരോരുത്തരും അനുഷ്ഠിച്ച പൂർത്തിയാക്കി നോമ്പും തറാവീഹും ഇബാദാത്തുകളും പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം ഉൾപ്പെടെ എല്ലാ ഇബാദാത്തുകളെയും അല്ലാഹു നാളെ സ്വർഗപ്രവേശനത്തിന് സഹായകമാക്കുന്ന ഇബാദത്തുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ഒരു വർഷത്തിലെ 12 മാസങ്ങളിൽ സുൽത്താനു അഹദി അഷർ 11 മാസങ്ങളുടെ നേതാവ് എന്ന് പരിചയപ്പെടുത്തിയ ഒരു മാസമാണ് നാം യാത്രയച്ചിരിക്കുന്ന പരിശുദ്ധമായ റമദാൻ. ആ റമദാൻ നമ്മളോട് യാത്ര പറഞ്ഞു. ഇനി അടുത്ത വർഷത്തിൽ ഒരു 11 മാസം കൂടെ കഴിയുമ്പോൾ വീണ്ടും നമ്മിലേക്കെത്തും. ഈ റമദാൻ നമുക്ക് നൽകിയ ആത്മീയ ചൈതന്യവും ജീവിതത്തിലെ മാറ്റങ്ങളും നന്മയിലേക്കുള്ള അടുപ്പവും തിന്മയിൽ നിന്നുള്ള അകലവും എത്രത്തോളം ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാൻ നമുക്ക് കഴിയുന്നു എന്നിടത്താണ് റമദാനിൻ്റെ സ്വീകാര്യതയെക്കുറിച്ച് നമുക്ക് വിലയിരുത്താൻ കഴിയുക. ആരാധനകൾ, അതിൻ്റെ സ്വീകാര്യതയെക്കുറിച്ച് പറയുമ്പോൾ ആരാധനകളുടെ സ്വീകാര്യത അത് ഏത് രൂപത്തിലാണ്, എങ്ങനെയാണ് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. സ്വീകരിക്കപ്പെട്ടോ ഇല്ലയോ എന്നത് പടച്ചവനെ മാത്രം അറിയുന്നൊരു കാര്യമാണ്. പരിശുദ്ധ കഅബാലയം, ഭൂമിയിലെ ഒന്നാമത്തെ ഭവനമാകുന്ന റബ്ബിന്റെ ഭവനം സ്ഥാപിക്കുവാൻ, അത് നിർമ്മിക്കുവാൻ, പുനർനിർമ്മിക്കുവാനുള്ള ഉത്തരവാദിത്വം കാരുണ്യവാനായ റഹ്മാനായ റബ്ബ് സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ചുമതലപ്പെടുത്തി ഏൽപ്പിക്കുന്നു. മാനവർകൾ ദീർഘദൂരം സഞ്ചരിച്ച് മക്കാ മുക്കറമയിലെത്തി പൊന്നുമകൻ മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും ചേർന്നുകൊണ്ട് പരിശുദ്ധ കഅബാലയത്തിന്റെ നിർമ്മാണം തുടങ്ങി പൂർത്തിയാക്കി. അവരാ നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് അവർ ആലോചിക്കുകയാണ്. നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും സൂപ്പർവിഷന് വേണ്ടി മുമ്പിൽ തന്നെ ജിബ്രീലുണ്ട്. ലോകരക്ഷിതാവിന്റെ എഞ്ചിനീയറിംഗിലും നിർദ്ദേശാനുസരണവും ജിബ്രീൽ മുമ്പിൽ നിന്നുകൊണ്ട് നബിയുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കൊണ്ട് പണിയെടുപ്പിച്ച് പൂർത്തീകരിക്കുകയാണ് മനുഷ്യലോകത്തിന് ദൃശ്യമാകുന്ന രൂപത്തിലൂടെ പരിശുദ്ധ കഅബ ഷരീഫ്. ആ കഅബ ഷരീഫിന്റെ നിർമ്മാണം പൂർത്തിയായ ഉടൻ രണ്ടുപേരും ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ട താമസം പരിശുദ്ധ ഖുർആൻ ആ രംഗത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്: وَإِذْ يَرْفَعُ إِبْرَاهِيمَ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِذْ يَرْفَعُ إِبْرَاهِيمَ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ. പടച്ച റബ്ബേ, അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ ഭവനം രണ്ടുപേരും ചേർന്നതിന്റെ ആ നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോ
ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ചേർന്ന് ദുആ ചെയ്യലാണ്, റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്നും ഈ കർമ്മത്തിനെ നീ സ്വീകരിക്കണേ അല്ലാ, ഈ അമലിനെ നീ കബൂലാക്കണേ അല്ലാ. നീ എല്ലാം കാണുന്നവനാണ്, നീ എല്ലാം അറിയുന്നവനുമാ. ആരാധനകളുടെ പര്യവസാനം, നാം നിർവഹിച്ച ആരാധനയുടെ പൂർത്തീകരണം ഏതു രൂപത്തിലായിരുന്നു? അതിൽ ഖുശൂ, ഖുദൂ, അടക്കം, അനക്കം, അതിൽ പാലിക്കേണ്ട ശറായിത്തുകൾ, ഫറായിലുകൾ, സുന്നനുകൾ, സുന്നത്തും ഫർളുകളും ഷർത്തുകളും നിബന്ധനകളും എത്രത്തോളം ക്ലിയറായിട്ട് കൃത്യമായി പൂർണ്ണമായ രൂപത്തിലാണ് നിർവഹിച്ചത് പടച്ചറപ്പിന് മാത്രമേ അറിയൂ. അതിലെ കുറവുകൾ ഉണ്ടാകാം. ആ കുറവുകളെല്ലാം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് റഹ്മാനായ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. പ്രാർത്ഥനയാണ്, ദുആയിലൂടെയാണ് പിന്നീട് പടച്ചവനിലേക്ക് അത് എത്തിക്കുക. അല്ലാഹുവാണ് അതിന്റെ സ്വീകാര്യൻ. ആ റബ്ബ് നമ്മുടെ റമദാനിനെ സ്വീകരിക്കണം, സ്വീകരിക്കുമാറാകട്ടെ. ربنا وجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. ربنا وجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك. അല്ലാഹുവേ, ഞങ്ങൾ രണ്ടുപേരെയും നിന്നെ അനുസരിച്ച് കീഴൊതുങ്ങി ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ, മുസ്ലിമീങ്ങളിൽ നീ ആക്കണം, പെടുത്തണം പടച്ചവനെ. അതുപോലെ ഞങ്ങളുടെ സന്താന പരമ്പരയിൽ വലിയൊരു സമൂഹത്തിനെ, വലിയൊരു സമുദായത്തിനെ തന്നെ നീ അതുപോലെ നിന്നെ വഴിപ്പെട്ട് ജീവിക്കുന്നവരാക്കുകയും ചെയ്യണം പടച്ചവനെ. അരിനാ മനാസിക്കന, നേരായ ശരിയായ നന്മയുടെ പാത, പ്രതിഫലാർഹമായ പുണ്യങ്ങളുടെ പാത നീ ഞങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യണം. നീ ഞങ്ങളുടെ തൗബയെ സ്വീകരിക്കണേ അല്ലാ. നീ തൗബ സ്വീകരിക്കുന്നവനാണ്. അവർ ചെയ്ത പ്രാർത്ഥന ഇതായിരുന്നു, അല്ലാഹുവേ ഞങ്ങളുടെ കർമ്മങ്ങളെ നീ സ്വീകരിക്കണം, ഞങ്ങൾ രണ്ടുപേരെയും ദീനനുസരിച്ച് ജീവിക്കുന്നതിലായി നീ നിലനിർത്തണം, ഞങ്ങളുടെ പരമ്പരകളെയും നീ ദീനനുസരിച്ച് ജീവിക്കുന്നവരാക്കി നിലനിർത്തണം. ഇതൊക്കെ അവരുടെ പ്രാർത്ഥനയാണ്. വലിയൊരു പ്രാർത്ഥനയാണ് അല്ലാഹു പഠിപ്പിക്കുക. ഒരു കർമ്മം നമ്മൾ നിർവഹിച്ചു, ആ നിർവഹിച്ച നമ്മുടെ കർമ്മം സ്വീകരിക്കപ്പെട്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അവിടെ ആ ദുആഇന്റെ സ്വീകാര്യതയോടൊപ്പം നമ്മുടെ കാര്യം മാത്രമല്ല, നമ്മുടെ മക്കൾ, നമ്മുടെ പരമ്പര, അവരൊക്കെയും നാളെ ആഖിറത്തിൽ രക്ഷപ്പെടുവാൻ വേണ്ടത് എന്താണോ അത് ചെയ്തുകൊണ്ട് പോകുന്നവരായി നീ കബൂലാക്കണേ അല്ലാ. വാപ്പ നന്നായി എന്നതുകൊണ്ട് മക്കൾ നന്നാകണമെന്ന് ഉറപ്പില്ല, ഒരു ഗ്യാരണ്ടിയുമില്ല. ഹിദായത്തിന്റെയും ഈമാനിന്റെയും വിഷയത്തിൽ അങ്ങനെ ഒരു ഗ്യാരണ്ടി പറയപ്പെട്ടിട്ടില്ല എന്നതാണ് സത്യം. അടുത്ത നാളിൽ ഒരു ഉപ്പ തന്റെ മകനെ ഓർത്തിട്ട് വല്ലാതെ വിഷമിക്കുകയാണ്. വളരെ കണ്ണീരോടുകൂടി അദ്ദേഹം ദുആ ചെയ്യാൻ പറയാണ്. ആ പിതാവ് ആ മകന് വേണ്ടിയിട്ട് ഒരുപാട് അധ്വാനിച്ചു, ഒരുപാട് പരിശ്രമിച്ചു, നല്ല വഴിയിൽ പിടിച്ചു നടത്താനുള്ള ശ്രമങ്ങളൊക്കെ ചെയ്തു. എന്നാലും ഫലം നേരെ വിപരീതമായി. ആ മകൻ നേർവഴിക്ക് വന്നില്ല, മകൻ വഴികേടിലേക്ക് തന്നെ പോവാണ്. മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും അഡിഷനായി മാറുന്നു ആ മകൻ. 20 വയസ്സ് പൂർത്തിയായില്ല, അതിനു മുമ്പ് തന്നെ ഒരു നേരമാകുമ്പോൾ അത് കിട്ടാതെ കാല് തറയിൽ ഉറയ്ക്കാത്ത അവസ്ഥയിലായി പോകുന്നു ആ മകൻ. വാപ്പയാണെങ്കിൽ നല്ല കൃത്യമായ ദീനി ജീവിതമുള്ള മനുഷ്യനുമാണ്. ആ വാപ്പാക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യാണ്, പക്ഷെ നിസ്സഹായനാണ്. വല്ലാത്തൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിന്റെ മുമ്പിൽ തളർന്നു പോയത് കൊണ്ട് കാര്യമൊന്നുമില്ല. എന്റെ ഭാഗത്ത് വല്ല കുഴപ്പമുള്ളത് കൊണ്ടാണോ എന്ന ചിന്ത കൊണ്ടൊന്നും കാര്യമില്ല. നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാം. ആനായി സയ്യിദുനാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു 4 മക്കളെ കൊടുത്തു. അതിൽ ആ 4 മക്കളിൽ തന്റെ പ്രവാചകത്വത്തിന്റെ നുബുവത്തിന്റെ ആ ശരീരം, അല്ലാഹു നുബുവത്ത് കൊടുത്ത് ആദരിച്ചൊരു പ്രവാചകന്റെ ശരീരത്തിൽ നിന്നും ആ പരമ്പരയിലായി വന്ന ഒരു മകൻ 950 വർഷക്കാലം ലോക ജനതയോട് എന്താണ് നൂഹ് നബി പഠിപ്പിച്ചത്, ആ പാഠം ലഭ്യമാക്കുവാൻ നൂഹ് നബിക്ക് കഴിഞ്ഞില്ല. കാരണം അത് അവിടെയല്ല എന്നതുകൊണ്ടാണ്. അതാ പ്രവാചകൻ വിചാരിച്ചത് കൊണ്ട് കിട്ടുന്നതല്ല. പിന്നെയോ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുമുള്ള അലംഘനീയമായ വിധിയും തീരുമാനവും എല്ലാ കാര്യങ്ങളും അനുകൂലമാകുമ്പോൾ മാത്രം ഒരാളിൽ വന്നു ചേരുന്നതാണ് ഈമാനും ഹിദായത്തും ഒക്കെ. അത് നമ്മൾ നന്നായി എന്നതുകൊണ്ട് പരമ്പര നന്നാകണം എന്നൊന്നും നിർബന്ധവും നിയമമൊന്നുമില്ല. അയാൾ വലിയ ഭാഗ്യം. എന്നാൽ നമ്മുടെ ജോലി എന്താണ്? നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യുക, പരിശ്രമിക്കേണ്ടതൊക്കെ പരിശ്രമിക്കുക. നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ദൗത്യമായിട്ട് ഏൽപ്പിച്ചിട്ടുള്ളത് അതൊക്കെ നമ്മൾ ചെയ്യുക. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. എല്ലാവരും ഉത്തരവാദിത്തം കൽപ്പിക്കപ്പെട്ടവരാണ്.
ഞാൻ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവനാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോരുത്തർക്കും നിയമതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. തൻ്റെ ഭാര്യയുടെ മേൽ, മക്കളുടെ മേൽ, കുടുംബത്തിൻ്റെ മേൽ, തൻ്റെ കീഴിലായി, തൻ്റെ ഉത്തരവാദിത്വത്തിന് കീഴിലായി കഴിയുന്ന ആളുകളെ കുറിച്ച്, അവരുടെ ശരിതെറ്റുകളെ കുറിച്ച്, അവരുടെ നന്മതിന്മകളെ കുറിച്ച്, അവരുടെ ജയപരാജയങ്ങളെ കുറിച്ചുള്ള ഉത്തരവാദിത്തം അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളിനുണ്ട്. നമ്മൾ ചെയ്യേണ്ട ജോലി പൂർത്തിയാക്കുക. റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക്, റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക്. അല്ലാഹുവേ, പരിശുദ്ധമായ കഅബാലയം എന്ന നിന്റെ പുണ്യമായ ഭവനം ഇതാ പൂർത്തിയാക്കിയിരിക്കുന്നു. നിന്റെ നിർദ്ദേശാനുസരണം നിന്റെ ജിബ്രീൽ വന്ന് കാണിച്ചു തന്നതുപോലെ പൂർത്തിയാക്കിയിരിക്കുന്നു. റബ്ബേ, ഇതിനെ നീ സ്വീകരിക്കണേ അല്ലാ. അത് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരെയും നിന്നെ അനുസരിച്ചുകൊണ്ട് ഈ കഅബാലയത്തിലൂടെ ലക്ഷ്യമാക്കുന്ന കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് ജീവിക്കുന്നവരാക്കണേ അല്ലാ. ഞങ്ങളുടെ പരമ്പരകളെയും നീ മുഅ്മിനീങ്ങളായി മുസ്ലിമീങ്ങളാക്കി നിലനിർത്തണേ അല്ലാ. വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. തൗബ സ്വീകരിക്കണേ പടച്ചവനെ. ദുആ ഇതാണ്. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യുന്ന ആളുകളുണ്ട്. 1000 കാര്യങ്ങൾ ദുആ ചെയ്യാൻ നിന്ന ഒരു ലിസ്റ്റ് വായിച്ചാൽ തീരുല്ല, അത്രയും ഉണ്ടാകും. ചില ദുആകൾ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമു പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന സമ്പൂർണ്ണമാണ്, എല്ലാം അതിന്റെ ഉള്ളിലുണ്ട്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. അല്ലാഹുവേ, ദുനിയാവിൽ എനിക്ക് എല്ലാ ഹസനാത്തുകളും തരണമല്ലാ, എല്ലാ നന്മകളും സന്തോഷങ്ങളും തരണേ അല്ലാ. ഇഴകീർ നമ്മൾ പറയുമ്പോൾ നമ്മുടെ വ്യക്തിജീവിതം, കുടുംബജീവിതം, ഉപജീവനം, തൊഴിൽ മേഖല, കുറേ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട 1000 ദുആകൾ ഉണ്ടാകും. അതൊക്കെ ദുനിയാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഭൂരിപക്ഷവും. അതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് 1000 കാര്യങ്ങൾ പറയുന്നതിനേക്കാളും എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഒറ്റ വാക്കിൽ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. പടച്ചവനെ, ദുനിയാവിൽ എനിക്ക് ഹസനാത്ത് തരണമല്ല, എല്ലാ നന്മകളും സന്തോഷങ്ങളും തരണേ. വഫിൽ ആഖിറതി ഹസന. മരണാനന്തരമുള്ള ജീവിതത്തിലും എനിക്ക് ഹസനാത്ത്, നന്മയും സന്തോഷവും തരണേ അല്ലാ. വഖിനാ അദാബന്നാർ. അതിൻ്റെ ഏറ്റവും ജയപരാജയങ്ങൾ തീരുമാനിക്കപ്പെടുന്ന അവസാനത്തെ കാര്യം നരകത്തിലാണോ സ്വർഗത്തിലാണോ? അതിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. നരകത്തിൽ പോകാതെ മാറ്റി നിർത്തി രക്ഷപ്പെടുത്തപ്പെട്ടു, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടു, അവൻ വിജയിയായി. ജനനം മുതൽ മരണം വരെ, മരണാനന്തരമുള്ള എല്ലാ കാര്യവും അതിനകത്ത് വരികയാണ്. അപ്പോൾ റമദാൻ കഴിഞ്ഞു. പരിശുദ്ധ റമദാനെ യാത്രയാക്കി കഴിഞ്ഞപ്പോ 1% പേരെങ്കിലും ചിലയിടങ്ങളിലെങ്കിലും ആശ്വാസമായി. ഇനി നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കുറെ കൂടെ സന്തോഷത്തോടെ നടക്കാമല്ലോ എന്ന് വിചാരിക്കുന്നവരുണ്ടാകും. ഈമാനിന്റെ അഹ്ലുകാർ മുഴുവനും ദുഃഖത്തിലാണാവുക. കാരണം വർഷം മുഴുവൻ റമദാനായെങ്കിൽ എത്ര സുന്ദരമായിരുന്നു ആ റമദാനിന്റെ പകലുകൾ. ആ റമദാനിൽ എന്തെന്നില്ലാത്തൊരു ആത്മീയ ചൈതന്യം, ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു ആത്മീയ പ്രേരണ, ആരാധനകളിൽ വല്ലാത്തൊരു മാധുര്യം, നമസ്കാരങ്ങളിൽ പുണ്യകർമ്മങ്ങൾ ചെയ്യുമ്പോഴൊക്കെ എന്തെന്നില്ലാത്തൊരു മാധുര്യം അനുഭവപ്പെട്ടുവെങ്കിൽ അത് അവസാനിക്കുകയാണ്. റമദാനിൽ ലഭ്യമാകുന്ന ചൈതന്യം, ആത്മനിർവൃതി അതല്ലാത്ത സമയത്ത് പ്രകടമാണ്, നമുക്ക് ബോധ്യമാണ്, ഉണ്ടാവുകയില്ല. റമദാൻ അവസാനിച്ചു കഴിഞ്ഞാലും ആ റമദാനോടുകൂടി ആരാധനകൾ പ്രത്യേകമായി നാം പരിശീലിച്ചെടുത്ത, നാം പ്രാവർത്തികമാക്കിയ, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ ഒരു ചെറിയ പരിശ്രമങ്ങളും കൊണ്ടെങ്കിലും ചെയ്തു കൂട്ടിയ ഇബാദാത്തുകൾ അത് നിലനിർത്തുക എന്നതാണ് ഖബൂലിയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം. ജീവിച്ചിരിക്കുവോളം കാലം. ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയ്യാ വജഅലനി മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത്ഭുതകരമായ ജനനത്തിന്റെ ഉടമയാണ് മഹാനായ പ്രവാചകൻ. ആ പ്രവാചകൻ ലോകത്തേക്ക് ഭൂജാതനായി വരുമ്പോൾ മഹദിയായ മറിയം ബിബി റളിയല്ലാഹു തആല അൻഹ ഇന്ന് രക്തപങ്കിലമായി കിടക്കുന്ന ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിന്റെ മനോഹരമായ മസ്ജിദുൽ അഖ്സയുടെ മെഹ്റാബിനോട് ചേർന്ന ഭാഗത്ത് മെഹ്റാബ് സക്കരിയ, മഹദിയായ സക്കരിയ, മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മെഹ്റാബുണ്ട്. അതിന്റെ തൊട്ടു മുമ്പിലായി മെഹ്റാബ് മറിയം ബിബി റളിയല്ലാഹു തആല അൻഹയുടെ ഒരു മെഹ്റാബുണ്ട്. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് സഹോദരിമാർ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വന്നിട്ട് അവിടെ ഇരുന്നിട്ട് സൂറത്തെ മറിയമൊക്കെ ഇങ്ങനെ ഓതിയിട്ട് ദുആ ചെയ്യുന്നത് കാണാം.
ആ മെഹ്റാബിൽ കഴിഞ്ഞിരുന്ന മഹദിയായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ ഈസാ നബിക്ക് ജന്മം കൊടുക്കുമ്പോൾ പള്ളിയുടെ ഉള്ളിൽ കഴിഞ്ഞുകൂടിയ ഇവൾ കാപട്യക്കാരിയായിരുന്നു എന്ന് പറഞ്ഞ് ജനങ്ങൾ പറഞ്ഞു. ഇവൾ കപട വിശ്വാസിയാണ്, ഇവൾ വെറും വ്യാജവാദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ ആക്ഷേപിക്കാൻ തുടങ്ങി. അഭിസാരികയാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്താൻ തുടങ്ങി. മഹദിയായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് അതിന് മറുപടി കൊടുക്കാൻ കഴിയുമായിരുന്നില്ല. എങ്ങനെയാണ് ആ സത്യം യാഥാർത്ഥ്യം പറഞ്ഞു കൊടുക്കുക എന്നറിയില്ല. കാരണം തന്റെ കുഞ്ഞിന്റെ ജന്മത്തിന്റെ പിന്നിൽ ഒരു പുരുഷന്റെ സ്പർശനം ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. പക്ഷെ ജനം വിശ്വസിക്കുന്നത് മറ്റൊന്നാണ്. യാഥാർത്ഥ്യം പറയാൻ എന്താണെന്നറിയില്ല. കൈക്കുഞ്ഞ്, പ്രസവിച്ച് വീണ കൈക്കുഞ്ഞ്, ആ കൈക്കുഞ്ഞ് ആ പുൽത്തൊട്ട് അവിടെ ആ കൈക്കുഞ്ഞ് എഴുന്നേറ്റിരുന്നു കൊണ്ട് പടച്ചറപ്പിന്റെ ആ സാക്ഷ്യം ലോക ജനതയോട് ഓതി കേൾപ്പിക്കുന്നു, പറഞ്ഞു കേൾപ്പിക്കുകയാണ്. ജനങ്ങളെ, നിങ്ങളെല്ലാവരും എന്നെ കുറിച്ചും എന്റെ മാതാവിനെ കുറിച്ചും അപരാധം പറയാണ്. എന്നാൽ സത്യം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഖാല ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ പടച്ചറപ്പിന്റെ അടിമയാണ്. ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ്, പടച്ചറബ് എനിക്ക് പ്രത്യേകമായൊരു വേദഗ്രന്ഥം എനിക്ക് തന്നിരിക്കുന്നു. വജഅലനീ നബിയ്യാ, കുഞ്ഞുകുട്ടിയായിരിക്കുമ്പോ, കൈക്കുഞ്ഞായിരിക്കുമ്പോ പറയുന്നു പടച്ചറബ് എന്നെ നബിയാക്കിയിരിക്കുന്നു, എന്നെ പ്രവാചകനാക്കിയിരിക്കുന്നു. വജഅലനീ മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്ത്, ഞാൻ എവിടെയാണെങ്കിലും ശരി, ജീവിച്ചിരിക്കുവോളം കാലം, ജീവനുള്ളിടത്തോളം കാലം ഇബാദത്തുകൾ നിരന്തരമായി നിലനിർത്തണം. സകാത്തും ആരാധനകളും നമസ്കാരവും മുറപ്രകാരം നിലനിർത്തണം. അതിൽ വീഴ്ച വരുത്താൻ പാടില്ല. ജീവിച്ചിരിക്കുവോളം ഇബാദത്തുകളിൽ, ജീവിച്ചിരിക്കുവോളം ആരാധന കാര്യങ്ങളിൽ ഒരു കുറവും ഒരു വീഴ്ചയും വരുത്താതെ നിരന്തരമായി നിലനിർത്തണം. മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസ് കാണാം. ഏറ്റവും ശ്രേഷ്ഠമായ സ്വീകാര്യോഗ്യമായ ഇബാദത്ത് അദ്വമുഹ, നിലനിർത്തപ്പെടുന്ന ഇബാദത്താ. ആദരവായ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹ് വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയനായി, ഒറ്റപ്പെടുത്തപ്പെട്ട ഒരുപാട് പീഡനങ്ങൾക്ക് വിധേയമായി അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ആശ്വാസത്തിന്റെ വചനം വന്നു. യാ റസൂലല്ലാഹ് വലഖദ് നഅലമു അന്നക യുളീഖു സദ്റുക ബിമാ യഖൂലൂൻ, ആ ജനങ്ങൾ പറയുന്ന വിഷയത്തിൽ അങ്ങ് ആകെ വിഷമിക്കുന്നുണ്ടാകും, നെഞ്ച് പിടയുന്നുണ്ട് നബിയെ, ഇത് എനിക്കറിയാം. അങ്ങയുടെ ജനങ്ങൾ അങ്ങയെക്കുറിച്ച് അപരാധങ്ങൾ പറയുമ്പോ, പ്രവാചകരെ കുറിച്ച് അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുമ്പോ അതിന്റെ പേരിൽ അങ്ങേക്ക് ദുഃഖമുണ്ട്. എന്നാൽ അങ്ങ് മനസ്സിലാക്കുക, സത്യം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ, താങ്കൾ അല്ലാഹുവിനെ സ്തുതിക്കുക, സുജൂദ് ചെയ്യുക. ജനങ്ങൾ എന്തും പറയട്ടെ, ഹക്ക് പടച്ചവനറിയാം. അല്ലാഹുവാണ് എല്ലാം കാണുന്നത്, കേൾക്കുന്നവൻ. അവനിലേക്ക് നിങ്ങൾ മടങ്ങുക. ആളുകൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാൻ നിൽക്കണ്ട. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നിങ്ങളുടെ മരണം വരുന്നത് വരെയും ഇബാദത്തിൽ ഒരു മുടക്കവും വരുത്തണ്ട. നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് എന്താണോ അതിനെ അതേപോലെ നിങ്ങൾ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കോളിൻ. ആ കാര്യത്തിൽ ഒരു വീഴ്ചയും വരുത്തണ്ട, ഒരു അശ്രദ്ധയും വരുത്തണ്ട എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പഠിപ്പിക്കുക. ഹബീബായ പ്രവാചകൻ ലോകത്തോട് പഠിപ്പിച്ചു, നമ്മളോട് പഠിപ്പിച്ചു. ഇന്നമൽ അഅ്മാലു ബിഖവാതിമിഹാ, ഒരു ആരാധനയുടെ സ്വീകാര്യത പരിഗണിക്കപ്പെടുന്നത് അതിന്റെ പര്യവസാനം നോക്കിയിട്ടാണ്. അവസാനം എത്തുമ്പോൾ എങ്ങനെയുണ്ട് കാര്യങ്ങൾ എന്ന് നോക്കിയിട്ടാണ് ആ ഇബാദത്തിനെ സ്വീകരിക്കപ്പെടണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് അതിന്റെ പര്യവസാനം നോക്കിക്കൊണ്ടാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ റമദാൻ വിട പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനുശേഷം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എന്താണോ കാണുന്നത് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇയാളുടെ റമദാൻ സ്വീകരിക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധ റമദാൻ സ്വീകരിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ചില അടയാളങ്ങൾ പഠിപ്പിക്കപ്പെട്ടു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അൽ മുദാവമത്തു അലാ ഫിഇൽ ഖൈറാത്ത്, നന്മയായ കാര്യങ്ങൾ നിരന്തരമായി കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്നുണ്ടോ, തോന്നുന്നുണ്ടോ, അതിനുള്ള താല്പര്യം വരുന്നുണ്ടോ എന്നതാണ്. നല്ല കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാനുള്ള താല്പര്യം വരുന്നുണ്ടെങ്കിൽ അവന്റെ ഇബാദത്ത് സ്വീകരിക്കപ്പെട്ടു എന്നതാണ്. വഅദമുൽ ഇൻഖിതാഇ അനിൽ ശർറാത്ത്, ശർറായ മുസീബാത്തുകൾ, തെറ്റായ കാര്യങ്ങൾ, അതിൽ നിന്നെല്ലാം ബന്ധം മുറിച്ചു കഴിഞ്ഞ റമദാനിലെ ജീവിതം അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ കഴിയുന്നുണ്ടോ എങ്കിൽ അവന്റെ റമദാൻ സ്വീകരിക്കപ്പെട്ടു എന്നാണ്. വൽ ഇസ്തിഖാമത്തു അലൽ ഖുർബാത്ത്,
പടച്ചവനിലേക്ക് അടുക്കുവാനുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണോ നമ്മൾ ചെയ്തിരുന്നത്, നല്ല നല്ല കാര്യങ്ങൾ, പരിശുദ്ധ ഖുർആന്റെ പാരായണവും ദാനധർമ്മവും പുണ്യകർമ്മങ്ങളും എന്തെല്ലാം ചെയ്തിരുന്നോ അതൊക്കെ നിലനിർത്തുവാൻ പരിശ്രമിക്കുക എന്നതാണ്. ഈ പരിശ്രമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഇബാദത്ത് സ്വീകരിച്ചു എന്നതിന്റെ അടയാളം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ റമദാൻ സ്വീകരിക്കപ്പെടുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞതിന്റെ അടയാളങ്ങൾ, അതിനെ ആകത്തുകയായി പണ്ഡിതന്മാർ ഉലമാക്കൾ നമ്മളെ പഠിപ്പിച്ചു തരുന്ന കുറെ അടയാളങ്ങൾ, 20ഓളം അടയാളങ്ങൾ പറഞ്ഞു. ഈ അടയാളങ്ങൾ ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ട് എങ്കിൽ അവന്റെ റമദാൻ സ്വീകരിക്കപ്പെട്ടു എന്നതാണ്. ഒന്നാമത്തേത് അൽ മുഹാഫളതു അലാ അദാഇ സ്വലാത്തിൽ ഖംസി ജമാഅതൻ ഫിൽ മസാജിദി. പരിശുദ്ധ റമദാനിലെ നമസ്കാരങ്ങൾക്ക് ജമാഅത്തായിട്ട് തന്നെ ഫർളായ നമസ്കാരങ്ങൾ നിർവഹിക്കുവാൻ പള്ളിയിലെത്തുക എന്നുള്ളൊരു താല്പര്യമുണ്ടായിരുന്നു, ഒരു ഉൾപ്രേരണ ഉണ്ടായിരുന്നു. ആ പ്രേരണ അതുപോലെ നിലനിന്ന് കാണുന്നു. റമദാൻ കഴിഞ്ഞ പ്രദോഷം മുതൽ റമദാൻ അവസാനിച്ചു. അതിനുശേഷവും ബാങ്ക് കേൾക്കുമ്പോ പള്ളിയിൽ തന്നെ പോകണം, ജമാഅത്തോടെ തന്നെ നിസ്കരിക്കണം എന്ന താല്പര്യവും ചിന്തയും ആഗ്രഹവും നിലനിൽക്കുന്നുണ്ടോ അവന്റെ റമദാനാണ് സ്വീകരിക്കപ്പെട്ടത്. അതല്ല വീട്ടിലോ മറ്റോ ആയി നമസ്കരിക്കാൻ മാത്രം മതി എന്നുള്ള തോന്നലാണെങ്കിൽ സംശയിക്കണമെന്ന് സാരം. ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി. പള്ളിയുടെ അയൽക്കാരന് പള്ളിയിലല്ലാതെ നിസ്കാരമില്ല. ഹബീബായ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ആരാണ് പള്ളിയുടെ അയൽക്കാരൻ നബിയേ? അല്ലദീ യസ്മഉൽ അദാൻ, ബാങ്ക് കേൾക്കുന്നവരാരാണോ അവരാണ് പള്ളിയുടെ അയൽക്കാര്. അവര് പള്ളിയിലെത്തി തന്നെ നിസ്കരിച്ചിരിക്കണം. പള്ളിയാണ് അവരുടെ നിസ്കാരത്തിന്റെ സ്ഥാനം. ഒരു പ്രദേശത്ത് 3 മുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ അവർ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടണം. അവർ ഒരു ഇമാമിനെ തീരുമാനിക്കണം. 2 പേര് നിന്റെ പുറകിൽ നിന്നുകൊണ്ട് ജമാഅത്തായിട്ട് കൃത്യമായിട്ട് 5 നേരവും നമസ്കരിച്ചിരിക്കണം. അത് അവർക്കിടയിലുള്ള ഉഖൂവത്തിന്റെ, ഇത്തിഹാദിന്റെ സാമൂഹികമായ കെട്ടുറപ്പ് സ്ഥാപിച്ചെടുക്കുവാൻ അവരെ പഠിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക ബാധ്യതയാ. വ്യക്തി ജീവിതത്തിനോടൊപ്പം ഉമ്മത്ത് ഒരുമിച്ച് നിൽക്കണം. ഉമ്മത്ത് എന്നുള്ള നിലയിൽ ഐക്യം, ഒരുമ, ആ ഒരുമയെ പഠിപ്പിച്ച, ഇത്രയും അടിവരയിട്ടുകൊണ്ട് പഠിപ്പിച്ച ഒരു മതം ലോകത്തില്ല എന്നാണ് സത്യം. ഞാൻ മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ജമാഅത്ത് നമസ്കാരം മുമ്പിലും പുറകിലുമായി ഒരു സംഘമായി നിന്ന് നിസ്കരിച്ച് പോകൽ ആണോ ഇതിന്റെ ഈ പ്രതിഫലം, ഈ പറയപ്പെടുന്ന പ്രതിഫലത്തിന്റെ പൂർണ്ണമായ പ്രതിഫലം ലഭ്യമാകുന്നത്? അതോ അതിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ജമാഅത്തായിട്ട് പള്ളിയിലെത്ത് നമസ്കരിക്കുന്ന നമസ്കാരങ്ങളെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ കേവലം മുമ്പിലും പുറകിലും നിസ്കരിക്കുന്ന നിസ്കാരമാണോ ലക്ഷ്യമാക്കിയതെന്ന് ചോദിച്ചാൽ അല്ല എന്ന് നമുക്ക് മനസ്സിലാവുക. എന്തെന്നാൽ 2 കണ്ണിനും കാഴ്ചയില്ലാതെ വർഷങ്ങളായിട്ട് അന്ധനായി ജീവിക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തും എന്ന സ്വഹാബി വര്യൻ നന്നായി ഓതാൻ അറിയുന്ന നല്ല ഖാരി ആണ്. പരിശുദ്ധ ഖുർആൻ നന്നായിട്ട് ഓതാൻ അറിയുന്ന ആളാണ്. ഇമാമത്ത് നിൽക്കാനുള്ള അറിവുള്ള ആളാണ്. മഅ്മൂം നിൽക്കാൻ തന്റെ പുറകിൽ ആളുണ്ട്. എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ആകെ കൂടി അദ്ദേഹത്തിന് കഴിയാത്തത് നേരെ നടന്ന് പള്ളിയിലേക്ക് വരാനുള്ള കാഴ്ചയില്ല എന്നത് മാത്രമാ പ്രശ്നം. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തും ചോദിച്ച നബിയെ, ഞാനും വരണോ? വരണം എന്ന് തന്നെയാണ് നബി തങ്ങൾ പറഞ്ഞത്. വരണം, താങ്കളും പള്ളിയിലേക്ക് വരണം. ബാങ്ക് കേൾക്കാമോ? കേൾക്കാം. എങ്കിൽ താങ്കളും വരണം. അവിടെ റസൂൽ ഉദ്ദേശിച്ചത് മുമ്പിലും പുറകിലുമായി 2 ആളെ കൂട്ടിയിട്ട് നിസ്കരിക്കുന്ന ഒരു നിസ്കാരമാണ് പള്ളികളിലൂടെയുള്ള ജമാഅത്ത് നിസ്കാരത്തിലൂടെ ഹബീബായ റസൂൽ ഉദ്ദേശിച്ചതെങ്കിൽ അന്ധനായി പോയ, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ ഉമ്മു മഖ്തൂമിനോട് പറയാമായിരുന്നല്ലോ, താങ്കൾക്ക് കാഴ്ചയില്ല, താങ്കൾക്കൊരു എക്സ്ക്യൂസ്, വീട്ടിലിരുന്നോളീൻ, കുടുംബം ഉണ്ടല്ലോ, അവരോടൊപ്പം നിസ്കരിച്ചാൽ മതി, എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളപ്പോൾ പറഞ്ഞാൽ മതി എന്ന് പറയാമായിരുന്നു. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇല്ല, ഒരു കയറ് കെട്ടിയിട്ട് വീടിന്റെ തൂണിൽ നിന്നും പള്ളിയുടെ തൂണിലേക്ക് കയറ് കെട്ടി അതിൽ പിടിച്ചുകൊണ്ട് താങ്കൾ വരണം, താങ്കൾ അതിൽ പിടിച്ചുകൊണ്ട് വരണം. എന്തായിരിക്കാം അത്രയും ഗൗരവത്തോടെ പഠിപ്പിക്കാനുള്ള കാരണം? നമസ്കാരത്തിന്റെ 14 ഫർദിൽ അവസാനത്തെ ഫർദ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, സലാം വീട്ടുകയാണ്. ആ സലാമും ഒരു മുസ്ലിമും മറ്റൊരു മുസ്ലിമിനെ നേരെ കണ്ടാൽ പറയുന്ന സലാം, അഭിവാദനവും ഒരേ കാര്യം തന്നെയാണ്. ഒരു ലഫ്ള് പോലും, ഒരു അക്ഷരം പോലും വ്യത്യാസമില്ല. ആ സലാം പറഞ്ഞു കഴിഞ്ഞാൽ സലാമിന് ശേഷം നേരെ മുഖാമുഖം കാണുമ്പോഴാണെങ്കിൽ സലാം പറഞ്ഞ് സുഖാന്വേഷണങ്ങൾ നടത്തി, സുഖ ദുഃഖങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ പങ്കുവെച്ച് ആ പങ്കു കൊണ്ടുകൊണ്ടാണ് നമ്മൾ പിരിഞ്ഞു പോകുന്നതെങ്കിൽ അതേപോലത്തെ ഒരു സലാം തന്നെയാണ് നമസ്കാരത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുക. ഹബീബായ റസൂൽ എത്രയോ ആളുകൾ ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ പെടാപ്പാടുപെടുന്ന, വേദനിക്കുന്ന മനസ്സുകളെ കണ്ടെത്തിയത് പള്ളിയിലെ നമസ്കാരത്തിലൂടെയായിരുന്നു, പള്ളിയിലെ ജമാഅത്ത് നിസ്കാരത്തിലൂടെയായിരുന്നു. നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി തിരിഞ്ഞിരിക്കുമ്പോൾ തന്നെ എഴുന്നേറ്റ് ഓടിപ്പോകുന്ന
സ്വഹാബി വര്യനെ കാണുമ്പോൾ എന്താണ് അദ്ദേഹം ഓടിപ്പോകാനുള്ള കാരണം? അന്വേഷിച്ച് പുറകെ ചെല്ലുമ്പോഴാണ് ദിവസങ്ങളായി വീട് പട്ടിണിയിലാണ്, ദിവസങ്ങളായി ഒന്നും കഴിക്കാനില്ല നബിയെ. നേരം പുലർന്ന് വീട്ടിലേക്ക് എത്തുമ്പോ എന്റെ മക്കൾ കഴിഞ്ഞ ദിവസവും പട്ടിണി കിടന്നുറങ്ങുകയായിരുന്നു. വീട്ടിന്റെ പരിസരത്ത് എന്റെ വീടിന്റെ മുറ്റത്തിനോട് ചേർന്ന് അയൽവാസിയായ യഹൂദ സഹോദരൻ ഒരു ഈന്തപ്പനയുണ്ട്. ആ ഈന്തപ്പനയിൽ ഈന്തപ്പഴം പാകമായി നിൽക്കുന്നു നബിയെ. ആ ഈന്തപ്പഴം ചൊരിഞ്ഞെന്റെ മുറ്റത്തേക്ക് വീഴും. ഞാൻ നമസ്കാരം കഴിഞ്ഞ് ഇവിടെ ഇരുന്ന് സാവധാനം ഇബാദത്തിന്റെ അനുബന്ധമായിട്ടുള്ള ദിക്റുകളും ദുആയെല്ലാം ചെയ്ത് ഔറാദുകൾ പൂർത്തിയാക്കി സമാധാനത്തോടെ വീട്ടിലെത്തുമ്പോ എങ്ങാനും എന്റെ മക്കൾ ഉണർന്ന് അവര് വിശപ്പിന്റെ കാഠിന്യത കൊണ്ട് എഴുന്നേറ്റ് പോയ ആ ഈന്തപ്പഴം പറക്കി കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരം കുല്ലു ലഹ്മിൻ നബത മിൻ സുഅ്തിൻ കാനത്തിൻ നാറു ഔലാ ബിഹി, ഹറാമായ ശരീരമായി മാറില്ലേ, അത് നരകത്തിന്റെ അവകാശമായി മാറില്ലേ. അതുകൊണ്ട് ആ മക്കളെ രക്ഷിക്കാനാണ് ഞാൻ നേരം പുലരുമ്പോൾ തന്നെ നമസ്കരിച്ച് വേഗമോടുക. പുണ്യപ്രവാചകന്റെ കണ്ണുകൾ നിറഞ്ഞു. ആ സഹോദരന്റെ പട്ടിണി മാറ്റിക്കൊടുക്കാൻ ആരാണ് മുൻകൈയെടുക്കുക? അവൻ എന്നോടൊപ്പം സ്വർഗത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞത് പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ച ജമാഅത്തിന്റെ നിസ്കാരത്തിലൂടെയാ. ഇത് പഠിപ്പിച്ച ലോകത്തെ ഒരേ ഒരു മതം, ഒരു ദർശനം പരിശുദ്ധ ഇസ്ലാമും മുസ്ലിമീങ്ങളുമാ. ഐക്യം, നമ്മൾക്കിടയിൽ നിലനിൽക്കേണ്ട ഉഖുവത്ത്, ഐക്യം, ബന്ധം. പെരുന്നാളിന്റെ ഖുതുബയിൽ ഞാൻ പറഞ്ഞു, അൽ മുസ്ലിമു ലിൽ മുസ്ലിമി കൽ ബുനിയാൻ യശുദ്ദു ബഅ്ലുഹു ബഅ്ലാ. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിം ഒരു കെട്ടിടം പോലെയാണ്. ഒരു കെട്ടിടം പോലെ അതിന്റെ ഓരോ കട്ടകളും അടുത്ത കട്ടയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതെല്ലാം ചേർന്ന് ഒരേപോലെ ബലം പകരുമ്പോഴാണ് അത് മൊത്തത്തിൽ ബലമുള്ളതായി മാറുക. ഒന്ന് ബലഹീനമായാൽ അതിന്റെ ആ ബലഹീനത എല്ലായിടത്തും ബാധിക്കും. അതാകാൻ പാടില്ല. ഒരു മുസ്ലിമിന് ദുഃഖമുണ്ടായാൽ എല്ലാവർക്കും ആ ദുഃഖമുണ്ടാകണം. ആ ഒരു ഐക്യബന്ധം ഉണ്ടാകണം. ഖേദകരമെന്ന് പറയാം, പരസ്പരം ഐക്യം നഷ്ടപ്പെട്ടു പോയി. ഇത്രയും ഐക്യത്തിനെ കുറിച്ച് പഠിപ്പിച്ച ഒരു മതം, ആ മതത്തിന്റെ അനുയായികൾ എത്രത്തോളം വിഭിന്നരാണ്, ഛിന്ന ഭിന്നരാണ് എന്നോർക്കുമ്പോൾ വളരെ വേദന തോന്നുകയാണ്. നിസ്സാരമായ വിഷയങ്ങളുടെ പേരിൽ, വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുടെ പേരിൽ പരസ്പരം പോരടിച്ച് തമ്മിലടിച്ച് ഒരിക്കലും ഞങ്ങൾ ഒരുമിക്കൂല എന്നതിൽ മാത്രം ഒരുമിച്ച് പോകുന്ന ഒരു ജനതയായി മാറിപ്പോവുകയാണ്. ആ ഒരുമിക്കില്ല എന്നതിൽ ഒരുമിച്ച കൗമ് അവര് പഠിക്കാത്തടത്തോളം അവരെ പഠിപ്പിക്കുവാൻ പാകമാകുന്ന, പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു സാമൂഹിക അന്തരീക്ഷമാണ് നമ്മുടെ രാജ്യത്ത് വരാൻ പോവുക. നാം കണ്ടതൊന്നും ഒന്നുമല്ല, നാളിതുവരെ ഈ രാജ്യം കണ്ടതൊന്നും ഒന്നുമല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു സാമൂഹിക അന്തരീക്ഷമാണ് രാജ്യത്തേക്ക് വരാൻ പോവുക. അള്ളാഹു കാക്കുമാറാകട്ടെ. ഒരു വലിയ ചരിത്രത്തിന്റെ പര്യവസാനമാണ് അത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഖാത്തമുർ റസൂൽ വരെയുള്ള ചരിത്രം പഠിക്കുമ്പോൾ നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ പരിശുദ്ധ ഖുർആൻ നമ്മെ ഓതിക്കേൽപ്പിക്കുന്നത്, പുണ്യപ്രവാചകൻ ഭാരതന്മാരായ സ്വഹാബത്തിന്റെ ലോകാവസാനത്തിന് മുമ്പ് വരുന്ന അടയാളം കുറിച്ച് വിശദീകരിച്ചു കൊടുത്തത്, ആ വിശദീകരണങ്ങളുടെ എല്ലാം ആകത്തുകയായി നമുക്ക് മനസ്സിലാകുന്ന ഉമ്മത്തിനെ പടച്ച റബ്ബ് ഹിദായത്തിന്റെയും ഈമാനിന്റെയും പ്രകാശം കൊടുത്ത് ആദരിക്കുന്ന ജനതയെ ലോകത്ത് വാനോളം ഉയർത്തും, അധികാരങ്ങൾ കൊടുക്കും, ലോകത്തിന്റെ ഉച്ചസ്ഥായിലേക്ക് എത്തിക്കും, ലോകത്തെ ഏറ്റവും വലിയ പ്രധാനികളാകും, പ്രമാണിമാരാകും നൂറ്റാണ്ടുകളോളം. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചകളിലൊക്കെ പറയാം. ചരിത്രം പരതിയാൽ ഒരു 621 കൊല്ലക്കാലം പ്രകാശത്തിന്റെയും ചൈത്ര ഉന്നതമായ ധൈര്യത്തിന്റെയും അധികാരത്തിന്റെയും പവറിന്റെയും ഒക്കെ കാലമാണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം. അത് കഴിഞ്ഞാൽ പിന്നീട് ഒരു 100, 150, 200 കൊല്ലക്കാലത്തോളം ഏറ്റവും വലിയ ഭയാനകതയുടെ കാലമാണ്. മുസ്ലിം ഉമ്മത്ത് കൊടിയ പീഡനങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്ന, ഉന്മൂലനം ചെയ്യപ്പെടുന്ന, ഉന്മൂലനത്തിലേക്ക് സാക്ഷികളാക്കപ്പെടുന്ന അതിഭീകരമായ ഒരു ചരിത്രമാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുക. അതൊരുപാട് ആവർത്തി, ആ ആവർത്തനം ഇങ്ങനെ തുടർച്ചയായിട്ട് നമുക്ക് കാണാം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം മുതൽ മരണം വരെ, അതിനുശേഷം പ്രകടമായി ഒരു 53 കൊല്ലക്കാലം ഇരുളിന്റെ, ഒരു അന്ധതയുടെ ഭീതിതമായ ഒരു കാലം. പിന്നീട് അതൊരു 150 വർഷം കൂടെ നീണ്ടുപോകുന്നത് കാണാം. അത് കഴിയുമ്പോൾ പിന്നെയും ഇസ്ലാമിലേക്ക് ഒരു തിരിച്ചുവരവുണ്ട്. ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഈ വരാൻ പോകുന്ന ദിവസങ്ങൾ ഭയപ്പെടേണ്ടത് തന്നെയാണ്. അങ്ങേയറ്റം നമ്മൾ കണ്ടതും കേട്ടതും ഒന്നുമല്ലാത്ത അതിഭീകരമായ അനുഭവങ്ങൾ നമ്മിലേക്ക് വരാൻ പോകുന്ന കാലമാണ്. എല്ലാവരും നമുക്കെതിരായി മാറുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. നമ്മളൊരു കാലത്തൊക്കെ പറഞ്ഞത്, നാട്ടിലെ ഫാഷിസത്തിന്റെ എതിരിൽ ന്യൂനപക്ഷങ്ങളെല്ലാം ഒന്നിക്കും. കാരണം ന്യൂനപക്ഷത്തിനെ മുഴുവനും ഒരുമിച്ച് ശത്രുവായി പ്രഖ്യാപിച്ചവരാണ് ഇവർ. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളിലുള്ളവരെല്ലാം ഒന്നിച്ച് നിൽക്കും. എത്രയൊക്കെ ആയാലും ശരി, നമ്മുടെ മുന്നണിയിലുള്ളവരെല്ലാം ഒരുപോലെ നിൽക്കുമെന്നാണ്. എന്നാൽ
നാളുകൾ കഴിഞ്ഞപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടു മുന്നണിയിലുള്ളതിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടു. ഞാൻ പെരുന്നാളിന് സൂചിപ്പിച്ചിരുന്നു, അരമനകളിൽ നിന്നും ചില കേന്ദ്രങ്ങളിൽ നിന്നും ഒരു പ്രസ്താവന വന്നാൽ അങ്ങേ അറ്റത്തുനിന്ന് അനുകൂലമായ അതിനുള്ള വിധിയും തീരുമാനവും അനുകൂലമായിട്ട് വരും. എന്താ കാര്യം എന്നറിയോ? ആള് 4, 3, 2 പേരെ ഉള്ളെങ്കിലും ശരി, അവരോട് പറഞ്ഞ കാര്യങ്ങൾ, അവരുടെ വോട്ടുകൾ ഏകീകൃതമാണ്. അവിടെ നേതൃത്വം ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ ആ പറയുന്നിടത്തേക്ക് പോകും. പകല് മാത്രമാണ് കൊടി, പകല് മാത്രമാണ് കൊടിയുടെ നിറത്തിന്റെ വ്യത്യാസം. മുദ്രാവാക്യവും കൊടികളും സിന്താപ വിളികളും എല്ലാം പകല് മാത്രമാണ്. സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ ഒരേ മൈൻഡിലേക്ക് മാറുകയാണ്. നമ്മുടെ നാട്ടിൽ ഒരു സഹോദരൻ വീടന്വേഷിച്ച കാര്യം പറയാം. ഒരു 40 വീട് തിരക്കി പോയി. ഒരു 40 വീട് തിരക്കി പോയപ്പോഴും വീടുണ്ട്. വാടകയ്ക്ക് ഒരു വീട് തിരക്കി ചെല്ലുമ്പോഴേ വീടുണ്ട്. കുറെ കാലം മുമ്പ്, ഒരു 10 കൊല്ലം മുമ്പ് ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ബോംബെയെ കുറിച്ചായിരുന്നു, ഡൽഹിയെ കുറിച്ചായിരുന്നു, ഉത്തരേന്ത്യയെ കുറിച്ചായിരുന്നു. അപ്പോഴും നമ്മൾ പറഞ്ഞു കേരളം സമാധാനത്തിന്റെ ഗേഹമാണ്. എത്ര സന്തോഷകരമായ നാടാണ് കേരളം, മാനവികത കളിയാടുന്ന നാടാണ് കേരളം എന്ന് പറഞ്ഞു. ആ കേരളത്തിന്റെ മണ്ണിലെ അവസ്ഥയാ പറയാ. ഈ കേരളത്തിൽ നമ്മുടെ നാട്ടിന്റെ അവസ്ഥയാ. ഒരു വീട് തിരക്കി ചെല്ലുമ്പോ വീടുണ്ടോ? ഉണ്ട്. മുസ്ലിം ആയതുകൊണ്ട് തരാൻ പറ്റൂല. നേർക്ക് നേരങ്ങ് പറയാ. പിന്നെ നിങ്ങൾക്ക് തരാൻ പറ്റൂല, മുസ്ലിം ആയതുകൊണ്ട് തരാൻ പറ്റൂല. ആരാ പറയാ? നമ്മളെ കാണുമ്പോ ബാക്കി എല്ലാത്തിലും നല്ല സൗഹൃദമുള്ളവരാ. അപ്പോ യഥാർത്ഥ ഒരു ഇടപാടിലേക്ക് അടുക്കുമ്പോഴാണ് പകല് പിടിച്ചു നടക്കുന്ന കൊടിയാണോ മനസ്സിന്റെ ഉള്ളിൽ ഉള്ളത്, അതോ മറ്റൊന്നാണോ എന്ന് ബോധ്യപ്പെടുന്നത് അപ്പോഴാ. അപ്പോഴും 100 പാർട്ടികളിലായി കൊടി പിടിച്ച് സിന്താപ വിളിച്ച് നടക്കുന്ന കാക്കാമാരായ നമ്മൾ പറയും, എന്റെ പാർട്ടിയും എന്റെ നേതാവും പറയുന്നത് മാത്രമാ ശരി, അതിനപ്പുറം ഒരു ശരിയുമില്ല. നമ്മുടെ പാർട്ടിയുടെ തീരുമാനത്തിന് അപ്പുറം ഒരു മാറി ചിന്തിക്കുന്ന പരിപാടിയുമില്ല എന്ന് തന്നെ പറയും. അങ്ങനെ ആ കണിശതയും ആ പിടിവാശിയിലുമായിട്ട് മുന്നോട്ട് പോകും. അങ്ങനെ 100ന് 100ആയി മാറും. ഇന്ത്യയിൽ ഷാനവാസ് ഹുസൈൻ എന്ന് പറയുന്ന ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായി കുറെ കാലം. സംഘപരിവാറിന്റെ മന്ത്രിയാണ്. ആ മന്ത്രി ജയിച്ചു വന്നിരുന്ന ഒരു നാടുണ്ട്, ബീഹാറിലെ കട്ടിഹാർ എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്. ഞാൻ ആ നാട്ടിൽ പോയിട്ടുണ്ട്. 85% മുസ്ലിമീങ്ങളാണ്. എത്ര? 85% മുസ്ലിമീങ്ങളാണ് കട്ടിഹാറിലുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും അധികം ഭൂരിപക്ഷം മുസ്ലിമീങ്ങൾ വരുന്ന സംസ്ഥാനങ്ങളുണ്ട്. കേരളം 26% മുസ്ലിമീങ്ങൾ. ഞാൻ എത്രയോ വട്ടം പറഞ്ഞു, ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് നമ്മൾ, ന്യൂനപക്ഷമല്ല. ഭൂരിപക്ഷമാണ് നമ്മൾ. നമ്മളെ ന്യൂനപക്ഷമെന്ന് പറഞ്ഞ് ആത്മധൈര്യം ചോർത്തിക്കളയാൻ, നമ്മുടെ ധൈര്യം ചോർത്തിക്കളയാൻ പഠിപ്പിച്ച വെറും നുണപ്പല്ലവിയാണ് ന്യൂനപക്ഷം. അധികാരത്തിൽ ന്യൂനപക്ഷമാണ്, അതെ. സാമ്പത്തികമായിട്ട് ന്യൂനപക്ഷമാണ്, അതെ. പക്ഷെ ആൾബലത്തിൽ നമ്മളാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷം. ആളിന് ആവശ്യമായി വന്നാൽ, ആളായി ഇറങ്ങി റോഡിൽ നിൽക്കേണ്ടി വന്നാൽ അവിടെ നമ്മളെ കവച്ചു വെക്കാൻ ആരുമില്ല. അത്ര വലിയ ആൾബലമുള്ള കൗമാണ് നമ്മള്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നമ്മളാ, ന്യൂനപക്ഷമല്ല. ആത്മധൈര്യം ചോർന്നുകൊണ്ട. എനിക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആളില്ല എന്നല്ല, എനിക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആളുണ്ട്. പക്ഷേ ആ ആളുകൾ അസംഘടിതരാണ് എന്നർത്ഥ പ്രശ്നം. ഐക്യപ്പെടാതെ ഭിന്നരായി മാറി നിൽക്കുന്നു എന്നിടത്താണ് പ്രശ്നം. ആ പ്രശ്നമാണ് പരിഹരിക്കപ്പെടേണ്ടത്. മുട്ടാതർക്കങ്ങളും ചെറിയ ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് ഭിന്നിച്ചു പോകല്ല വേണ്ടത്. 85% മുസ്ലിമീങ്ങളുള്ള ഒരു പ്രദേശത്ത് നിന്നും ഏറ്റവും വലിയ ഇസ്ലാം വിരോധത്തിന്റെ ശക്തികൾ വിജയിച്ചു വരുമ്പോൾ എങ്ങനെ വിജയിച്ചു വരുന്നു? ഓരോ പാർട്ടിക്കാരും ഇതേ മുസ്ലിം പേരുകാരായ ഓരോരുത്തരെ നിർത്തും. അപ്പൊ എന്താവും? ആ പാർട്ടിയുടെ കൊടിയും പിടിച്ച് നടക്കുന്നവൻ എന്റെ പാർട്ടി പറഞ്ഞതിനെ മാത്രം അങ്ങോട്ട് നോക്കും. എന്റെ പാർട്ടി പറഞ്ഞത് മാത്രം ശരിയാണെന്ന് തീരുമാനിക്കും, അങ്ങ് ചെയ്യും. അവസാനം എന്താവുന്നു? അവരുദ്ദേശിച്ച 15% വോട്ട് ഏകീകൃതമായിട്ട് അവർ കിട്ടുകയും ചെയ്യും. 85% 8ആയിട്ട് തിരിയും, 15% ഒന്നായിട്ടും പോകും. അതവസ്ഥ. അതിൽ കൃത്യമായിട്ടും അവരവരുടേതായ അജണ്ടകൾ കൃത്യമായും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു പള്ളിയുടെ ഉള്ളിൽ സത്യത്തിന്റെ ലെവലേശമില്ലാത്ത, എന്തെങ്കിലും യാഥാർത്ഥ്യത്തിന്റെ ലെവലേശമില്ലാത്ത ഒരു നുണക്കഥ ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളി പോട്ട്, ഒരു സംഘടന, ഒരു മുസ്ലിം, ഏതെങ്കിലും ഒരു മുസ്ലിം പേരുകാരൻ ഒരു സിനിമ പിടിച്ചിട്ട് അത് പ്രദർശിപ്പിച്ചെങ്കിൽ എന്തെല്ലാം പുകലിവിടെ ഉണ്ടായേനെ, എന്തെല്ലാം ഉണ്ടായേനെ. ഒരു പുകലും ഇല്ല, ആർക്കും ഒരു പ്രശ്നവും ഇല്ല. അപ്പോഴും പറയാം ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് പോലും. ആവിഷ്കാര സ്വാതന്ത്ര്യം, അതേ ആവിഷ്കാര സ്വാതന്ത്ര്യം തിരിച്ചു കാണിച്ചാൽ പറ്റുമോ? ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് എന്തും ചെയ്യാം എന്നിടത്തേക്ക് നമ്മുടെ നാടെത്തി നിൽക്കുമ്പോ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന ഐക്യവും ഒരുമയും, എല്ലാത്തിനേക്കാളും ഉപരി തന്റെ സംഘടനയും രാഷ്ട്രീയം ഒക്കെ മാറ്റിവെക്കണം. നാളെ മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നുള്ള ഓർമ്മ വേണം. ഇന്നല്ലെങ്കിൽ നാളെ
എല്ലാ അധികാരങ്ങളും നഷ്ടപ്പെടുന്ന ഒരു കാലം വരും. ഒരു വലിയ രാഷ്ട്രീയ നേതാവിനോട്, ഇതേപോലെ വർഗീയത പറഞ്ഞു നടക്കുന്ന ഒരു നേതാവിനോട് ഒരിക്കൽ സംസാരിക്കേണ്ടി വന്നു. അപ്പോ അയാളോട് കുറെ നേരം സൗഹൃദ സംഭാഷണം നടത്തുമ്പോ പുറത്ത് സ്റ്റേജ് കിട്ടുമ്പോൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നതൊന്നും ഒരർത്ഥത്തിലും ശരിയല്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യം. അദ്ദേഹം സമ്മതിക്കുക, നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാ, ഈ പറഞ്ഞതൊക്കെ വെറുതെ നുണ തന്നെയാ പറയണേ, എന്നാൽ പിന്നെന്തിനാ വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുക? അത് ഞാൻ പണ്ട് യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ എനിക്ക് നല്ലൊരു നേതാവാകണമെന്നൊരു കൊതിയുണ്ടായിരുന്നു. നോക്കുമ്പോൾ ആ മുന്നണിയിലും ആള് കൂടുതലാ, ഈ മുന്നണിയിലും ആള് കൂടുതലാ. അപ്പൊ ഇതിന്റെ ഇടയിലാണെങ്കിൽ ആള് കുറവുണ്ട്, ഇതിലോട്ട് കയറിയ ഒരു സാധ്യതയുണ്ട്. അങ്ങനെയാ ഞാനന്ന് ഇതിന്റെ പുറകെ പോയത്. നേർക്ക് നേരെ പറയാം. അപ്പൊ പറയുന്നത് ശരിയാണോ? അല്ല, ശരിയല്ല, നുണയാണ്. പക്ഷെ ഈ നുണ പറഞ്ഞ് എനിക്കൊരു ഭാവി ഉണ്ടാക്കാൻ പറ്റുമെന്ന്, നുണ പറഞ്ഞിട്ട് എനിക്കൊരു ഭാവി ഉണ്ടാക്കാൻ പറ്റൂ, അതുകൊണ്ടാണ് ഞാനിത് പറയാമെന്ന് പച്ചയായിട്ട് അയാൾ പറയാം. അപ്പൊ ഞാൻ ചോദിച്ചു, അതെ, ഈ നുണയൊക്കെ പറഞ്ഞ് ഒരു ഭാവി പ്രതീക്ഷിച്ച് നാളെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു ഘട്ടം വരികയാണ്. ആ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ഇരിക്കാൻ നേരത്തെ ആ കസേര ഉണ്ടാകും എന്നുള്ള കാര്യത്തിന് വല്ല ഉറപ്പുണ്ടാവുമെന്ന് ചോദിച്ചു. അവിടെ ഇരിക്കാൻ പറ്റും, അതെല്ലാം കഴിഞ്ഞിട്ട് ആഗ്രഹിക്കുന്നത് പോലെ കാര്യം നടക്കുന്നതിന് വല്ല ഉറപ്പുണ്ടോ? ഒരുറപ്പുമില്ല, ഒരുറപ്പുമില്ല. അള്ളാഹു കാക്കട്ടെ. ഈ ദുനിയാവിൽ എന്ത് നേടിയാലും എന്ത് നേടിയില്ലെങ്കിലും ശരി, അവസാനത്തെ യാത്ര ഒറ്റയ്ക്കാണ് നമ്മുടെ യാത്രയെങ്കിൽ ആ യാത്രയിൽ നാം ജീവിത കാലഘട്ടത്തിൽ കൊണ്ടു നടന്ന ഈമാനിന്റെയും ഹിദായത്തിന്റെയും ദീനിന്റെയും വിശ്വാസത്തിന്റെയും കർമ്മങ്ങളുടെയും കൂട്ടു മാത്രമേ നമ്മളോടൊപ്പം ഉണ്ടാകൂ. ഈമാനും ഹിദായത്തും ദീനും വിശ്വാസവും കഴിഞ്ഞു മാത്രമേ ആർക്കും എന്തും ഉണ്ടാകാൻ പാടുള്ളൂ. ഇന്നേ വരെ അതില്ലാതെ പോയതാണ് ഈ ഖൗം അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദനകളെങ്കിൽ ഇനിയെങ്കിലും അതിലൊന്നും മാറി ചിന്തിക്കാൻ കഴിയട്ടെ. എല്ലാവരെയും പോലെ തന്നെ നമ്മളും ആവുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ പാർട്ടിക്കാരും സംഘടനക്കാരും എങ്ങനെയാണ് അതുപോലെ നമ്മളും ആവുക. രാഷ്ട്രീയത്തിന് വേണ്ടി രാഷ്ട്രീയം ഉപയോഗിക്കുക, വിശ്വാസത്തിനെ ഒറ്റുകൊടുക്കാൻ വേണ്ടി ആകരുത്. അല്ലാഹു റബ്ബുൽ ആലമീൻ തിരിച്ചറിവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമൂഹത്തിന്റെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഈ ഉമ്മത്തിനെ അല്ലാഹു മോചിപ്പിക്കുമാറാകട്ടെ, രക്ഷപ്പെടുത്തുമാറാകട്ടെ. നാളെയുടെ രക്ഷയുടെ സ്വർഗത്തിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കും.